1.5 വോൾട്ടിൻ്റെ ഡബിൾ എ സൈസിലുള്ള പെൻ ടോർച്ച് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ടോയ്സുകൾ, റിമോട്ടുകൾ, ക്ലോക്കുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളിൽ ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഉപകരണങ്ങളിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ 4-5 ബാറ്ററികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടുന്നത് ഒരുപാട് പണച്ചെലവുണ്ടാക്കും. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇനി ആരും തന്നെ ബാറ്ററിക്ക് പണം ചെലവാകും എന്ന് കരുതി കുട്ടികളുടെ ടോയ്സും നിങ്ങളുടെ വിലപ്പെട്ട ഉപകരണങ്ങളും ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരില്ല. ഒറ്റത്തവണ മാത്രം പണം ചെലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ യാത്രാവേളകളിലും വീടുകളിലുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 4 റീചാർജബിൾ ബാറ്ററികളും ഒരു കേബിളുമാണ്. ഇത് സാധാരണ റീചാർജബിൾ ബാറ്ററി അല്ല, അത് നിങ്ങൾക്ക് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സിനകത്താണ് ഈ ബാറ്ററികൾ വരുന്നത്. ഇത് 1500 MWH, അതായത് 1500 മില്ലി വാട്ട് അവർ. ഇത് നമുക്ക് mAh മാറ്റുകയാണെങ്കിൽ 1000 mAh ആണ് ഇതിൻ്റെ പവർ ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സാധാരണ ഒരു മൊബൈൽ ചാർജർ കുത്താവുന്ന ഒരു ചാർജിങ് ഫീമെയിൽ പോർട്ട് ഈ ബാറ്ററിയിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഓരോ ബാറ്ററിയിലും ഇതുപോലെ ഫീമെയിൽ പോർട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടി കാണും. ഇത് നമ്മുടെ സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇനി ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാധാരണ റീചാർജബിൾ ബാറ്ററിയുമായിട്ട് ഇതിനെന്തൊക്കെയാണ് വ്യത്യാസമെന്നും പറയാം. ഇത് ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് നമ്മുടെ സാധാരണ മൊബൈൽ ചാർജർ, അതായത് ഔട്ട്പുട്ട് 5 വോൾട്ട് വരുന്ന സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജർ തന്നെയാണിത്. ഇത് ഞാനിവിടെ പ്ലഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കേബിൾ നമ്മൾ നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ കേബിൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് ഇൻഡിക്കേഷനായിട്ട് ഒരു ഗ്രീൻ ലൈറ്റും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റും അതിൻ്റെ ചാർജിങ് മൊഡ്യൂളും ഒക്കെ വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് വളരെ നേരിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കളർ മാറുന്നോ അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇത് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഓഫ് ആവുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ആ ഒരു ചാർജ് ചെയ്യുന്ന ഭാഗത്ത് ചൂട് ഇല്ലാതായി പോകുന്നുണ്ട്. ചാർജിങ് ഓഫ് ആവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അധിക നേരം ചാർജിനിട്ട് കഴിഞ്ഞാൽ ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് ഒരു കേബിൾ മാത്രമുള്ള ചാർജറിൽ നിന്നാണ്. ഇനി ഇതുപോലൊരു USB ചാർജറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 4 ബാറ്ററികളും ഒരേ സമയം തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ കമ്പനി ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ എല്ലാ കേബിളിലും ഒരേപോലെയുള്ള പിന്നുകളാണുള്ളത്. അത് നമുക്ക് ഓരോ ബാറ്ററിയിലും ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 4 ബാറ്ററികളിലേക്കും ഈ കേബിളുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പ്ലഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് 4 ബാറ്ററിയും ഒരുമിച്ച് തന്നെ ചാർജ് ആവുന്നുണ്ട്. ഇതിൽ ഓരോ ബാറ്ററിയും ചാർജ് ചെയ്യുന്നതിന് ഏകദേശം 100 മില്ലി ആംപിയർ മാത്രമാണ് കറണ്ട് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമുക്ക് 1 ആംപിയറിൻ്റെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ബാറ്ററികളും ഒരുമിച്ച് തന്നെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് AC-യിൽ ഉപയോഗിക്കുന്ന ഒരു ചാർജർ തന്നെ വേണമെന്നില്ല. നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന USB പോർട്ടിൽ നിന്നും നമുക്ക് ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ഈ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ 1500 മില്ലി വാട്ട് അവർ, അതായത് 1000 mAhൻ്റെ 1.5 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് ഇത്. സാധാരണ ഡബിൾ എ സൈസിലുള്ള റീചാർജബിൾ ബാറ്ററികൾ 1.2 വോൾട്ടാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ ഒരു ബാറ്ററി 1.5 വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ 1.5 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എല്ലാത്തരം ഉപകരണങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് പെട്ടെന്ന് ചാർജ് തീരുന്ന ടോയ്സുകളിലും മെഡിക്കൽ ഉപകരണങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്നതിനായിരിക്കും. നമുക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന 1.2 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി ആണെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യുന്നതിന് വേറെ ഒരു ചാർജർ തന്നെ ആവശ്യമാണ്. ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെയുള്ള ചാർജറുകൾ നമുക്ക് കൂടെ കൊണ്ട് നടക്കണം. അപ്പോൾ നമുക്ക് യാത്രാവേളകളിലും മറ്റുമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്നും ചാർജ് ചെയ്യാവുന്ന നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ബാറ്ററികൾ. മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ബാറ്ററികൾ 1000 mAhൻ്റേതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് കൂടുതൽ ആംപിയറൊക്കെ ഉള്ളത് പിന്നീട് വരുമായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആംപിയറിൻ്റെ ഉപയോഗമൊക്കെ ആണെങ്കിൽ സാധാരണ റീചാർജബിൾ ബാറ്ററി വാങ്ങിയിട്ട് ഇത്തരം ചാർജറുകളിൽ ഇട്ടിട്ട് ഉപയോഗിച്ചാലും മതി.
ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ്. ഇതുപോലെ എല്ലാത്തരം ബാറ്ററികൾക്കുള്ള ചാർജറുകളും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളുടെയോ ഒക്കെ ചാർജറുകൾ കേടായി പോവുകയോ കളഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ചാർജറുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വലിയ ടോയ്സിലും എമർജൻസി ലൈറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന 6 വോൾട്ട് 5 ആംപിയറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ്. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ ചാർജറോ അഡാപ്റ്ററോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ കേടായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തരം ബാറ്ററിയുടെയും ചാർജറുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അഡാപ്റ്റർ ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കേടായതിന്റെ പേരിലോ ഒരു ഉപകരണവും ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തരം ചാർജറുകളും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാവും. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതുപോലെ നമ്മുടെ ഉപകരണത്തിലെ ബാറ്ററി പുറത്തേക്കെടുത്ത് ഇതിലെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചാർജ് കയറും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 12 വോൾട്ട് 7Hന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജറാണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിട്ട് കിട്ടും. ഇത്തരം ചാർജറുകൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് ഇൻഡിക്കേറ്ററും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേറ്ററുമാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച 6 വോൾട്ട് 5 ആംപിയറിൻ്റെയും 12 വോൾട്ട് 7 ആംപിയറിൻ്റെയും ഒക്കെ ബാറ്ററി മുതൽ 100ഉം 150ഉം 200ഉം ഒക്കെയുള്ള വലിയ ബാറ്ററികൾ വരെ ചാർജ് ചെയ്യാവുന്ന ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഈ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററിയുടെ ആംപിയറിനും അതിൽ നിലവിലുള്ള ചാർജിനും അനുസരിച്ച് ഇതിലെ ചാർജിങ് ആംപിയർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജർ സെലക്ട് ചെയ്യും. അതായത് ചെറിയ ബാറ്ററികൾക്കാണെങ്കിൽ കുറഞ്ഞ ആംപിയറിലും വലിയ ബാറ്ററിക്കാണെങ്കിൽ കൂടിയ ആംപിയറിലും ചാർജിങ് നടക്കും. ഒരുപാട് ചാർജ് ഇറങ്ങിയ ബാറ്ററി ആണെങ്കിൽ ഇതിലുള്ള ഫാസ്റ്റ് മോഡ് ചാർജിങ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത്തരം ബാറ്ററികളെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇതിൽ ഓട്ടോമാറ്റിക് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും 12 വോൾട്ടും 6 വോൾട്ടും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും ഇതിൻ്റെ ചാർജിങ് ആംപിയർ കാണിക്കുന്നതിന് ഒരു ഡിസ്പ്ലേയുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 10 ആംപിയറിൻ്റെ ഈ ഒരു ചാർജർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചാർജറാണ്. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചാർജറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് താഴെ ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിൽപ്പെട്ട ചാർജറുകളും ബാറ്ററികളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനും അതിൻ്റെ എല്ലാം ഇപ്പോഴത്തെ വില അറിയുന്നതിനും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്